ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെഫീന ബീവിന്റെ ചാനലിൽ ഒരുപാട് ഇങ്ങനെ പുതിയ പുതിയ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്തനംതിട്ടയിലുള്ള ജീവമാത കാരുണ്യ ഭവനെ പറ്റി ഒരുപാട് പുതിയ പുതിയ ന്യൂസുകൾ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഓരോ ആൾക്കാരുകൾ വന്നിട്ട് ഓരോ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടുകയാണ് ഞാൻ ഇരുന്നിട്ട്. ദൈവം ഇങ്ങനെയൊക്കെയാണോ ഈ ഒരു അനാഥാലയത്തിന്റെ മറവിൽ നടക്കുന്നത്? നമ്മളുടെ മുമ്പിലൊക്കെ ചിരിച്ചു കളിച്ച് എല്ലാ ഇന്റർവ്യൂസിലൊക്കെ വന്ന് ഫുൾ ടൈം ചിരിയായിരുന്നു അല്ലേ? നമ്മുടെ ഡാഡി ഗിരിജ അല്ലെങ്കിൽ മമ്മി ഗിരിജ എന്നൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഓമന പേരിട്ട് വിളിക്കുന്ന ഉദയ ഗിരിജ മാഡത്തിന് ചിരിയായിരുന്നു ഇന്റർവ്യൂസിലൊക്കെ. ആ ചിരിക്ക് പിന്നിൽ ഇത്രയും വലിയൊരു ക്രൂരമുഖം ഉണ്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ചിന്തിച്ചു പോകുന്നത്. കാരണം എന്താ പറയാ, മുളക് പൊടി പ്രയോഗം, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളില് മുളക് പൊടി പ്രയോഗം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഇപ്പം അനാമിക വിഷ്ണു സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ വോയിസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ അനാമിക വിഷ്ണു കല്യാണത്തിന് മുന്നേ ഈ ഒരു പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള പുതിയ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. അനാമികയില്ലേ, അവള് അത് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാ, അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങൾക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടുവോ അവിടത്തെ, ആ മെയിൻ ഗ്രില്ല്, ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത്, ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവൾ ഇന്നും അത് വെച്ച് കൊള്ളാം. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അപ്പൊ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു അനാമിക അനാഥാലയത്തിൽ വന്ന് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഈ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ വന്ന് പരിശോധിക്കാം, അങ്ങനെയാണ്, ഭയങ്കര സേഫ്റ്റി ആണെന്നൊക്കെയാണ് നമ്മുടെ മമ്മി ഗിരിജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ CCTVയിൽ മമ്മി ഗിരിജ ഇതൊന്നും കാണുന്നില്ലായിരുന്നു. അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി തന്റെ മകൻ കൊടുത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കീയുമായിട്ട് അനാഥാലയത്തിന് പുറത്തേക്ക് വരുന്നത്, മീൻസ് ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ വിഷ്ണു താമസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ആ ഒരു മകന്റെ റൂമിലേക്ക്, സ്വന്തം മകന്റെ റൂമിലേക്ക് അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി വരുന്നത് മമ്മി ഗിരിജ കണ്ടില്ലായിരുന്നോ? രാത്രി കണ്ടില്ല എന്നുള്ളത് പോട്ടെ, പക്ഷെ ഡെയിലി ഇങ്ങനെ വരുന്നതാണെങ്കിൽ CCTVയിൽ എന്തായാലും തെളിയേണ്ടതല്ലേ? അതോ മമ്മി ഗിരിജയും കൂടി അറിഞ്ഞുകൊണ്ട് മകന് കൂട്ടിക്കൊടുത്തതാണോ ഇനി അനാഥാലയത്തിലെ പെൺകുട്ടീനെ? അല്ല, അങ്ങനെ നമുക്ക് സംശയിക്കാലോ. അങ്ങനെയാണെങ്കിൽ ആ അനാഥാലയത്തിൽ താമസിക്കുന്ന 5 വയസ്സ് തൊട്ട് 17 വയസ്സുള്ള പെൺകുട്ടികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? എന്ത് സേഫ്റ്റിയാണ് അവിടെ ഉള്ളത്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പുറത്തു പോകാം, വരാം. ആർക്ക് വേണമെങ്കിലും പെൺകുട്ടികളെ കൊണ്ടുപോകാം, യൂസ് ചെയ്യാം, തിരിച്ചു കൊണ്ടുവിടാം. ഒന്നും അറിയാത്ത പ്രായമല്ലേ? എന്ത് സേഫ്റ്റിയാണ് അവിടെ ഉള്ളത്? എന്തായാലും ബാക്കി കേട്ടു നോക്കാം. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ മേഡം വന്നിട്ട് കണ്ട്. പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അല്പം മേഡം ഞങ്ങളുടെ വന്ന് പറയായിരുന്നു, ഈ വൃത്തികെട്ടവളാണല്ലോ ഞങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയോ ഞങ്ങളുടെ വന്ന് പറയുമായിരുന്നു അവളെ പറ്റി. കുറെ നോക്കിയൊക്കെ പറയായിരുന്നു, എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുക്കാം, എന്റെ തിരുവനന്തപുരത്ത് വെച്ചാൽ പ്രതി അവള്, അപ്പൊ എന്റെ മോനെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നു. അങ്ങനെ കൊള്ളാം. എന്നിട്ടാണ് ഇന്റർവ്യൂലൊക്കെ വന്ന് തള്ളി മറിക്കുന്നുണ്ടായിരുന്നേ, എന്റെ മോളാണ്, എന്റെ മരുമകളല്ല, എന്റെ മകളാണ്, ഞങ്ങളുടെ ഭാഗ്യമാണ് അനാമിക എന്നൊക്കെ പറഞ്ഞ് തോളത്തൊക്കെ കൈയിട്ട് ഉമ്മ കൊടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അനാമികയും ഒട്ടും മോശമല്ല കേട്ടോ. അഭിനയത്തിന്റെ കാര്യത്തിൽ ഓസ്കാർ തന്നെ കൊടുക്കണം അനാമികയ്ക്ക്. അമ്മയമ്മല്ല, അമ്മയാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം, ഞങ്ങളെ പൊന്നു പോലെയാണ് നോക്കുന്നത്. അയ്യോ, ഇന്റർവ്യൂസിലൊക്കെ വന്ന് എന്തൊരു തള്ളി മറിക്കലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിരി വരികയാണ് അല്ലെ. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചിരിച്ചു കളിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കുന്ന ഒരു ഫാമിലീസും നല്ല രീതിയിലല്ല അവരുടെ റിയൽ ലൈഫ് പോകുന്നത് എന്നാണ് നമുക്ക് പല ഇൻസിഡൻസിലൂടെ മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി തന്നെയാണ് ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ. എന്തൊക്കെയായിരുന്നു വീഡിയോസിലും കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് പവനായി ശവമായി. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂസിലൊക്കെ വന്ന് ഭയങ്കര കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലും, അമ്മ നന്മ മരം. ലാസ്റ്റ് എന്തായാലും പവനായി ശവമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ബാക്കി കൂടി കേട്ടുനോക്കാം. അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ കളിയാക്കിയായിരുന്നേ. അപ്പൊ ആ ദേശത്തില് അതിന് കഴിഞ്ഞ അവിടുത്തെ മേഡത്തിനോടുള്ള ദേശത്തിൽ അവള് കൂടെ ഇറങ്ങിപ്പോയായിരുന്നു. അവിടുന്ന് തൊട്ടുപോയായിരുന്നു, ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി. പറഞ്ഞ അത് കിട്ടിട്ടത്. പിന്നെ അത് അങ്ങനെയൊക്കെ ആയി. പിന്നെ മേഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതാക്കി കൊണ്ടുവന്ന് രക്ഷിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെങ്കിലും പോയിക്കോ,
ആ അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധുന്ന് ചുരുക്കം അല്ലേ? ആ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ വൃത്തികെട്ടവളെയാണല്ലോ എന്റെ മോന് വേണ്ടി ഞാൻ കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് അമ്മയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നിവർത്തിയില്ലാതെ അതിനിടയ്ക്ക് വയറ്റിലായും കൂടെ അറിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാണക്കേടാകും അല്ലെ, ആകെ നാറ്റക്കേസാകും. അതുകൊണ്ടാണ് അനാഥാലയത്തിന്റെ പേരും കീപ്പ് ചെയ്യണല്ലോ, അതുകൊണ്ട് മാത്രമാണ് അമ്മ മോന് കെട്ടിച്ചു കൊടുത്തതെന്ന് സാരം. ഒരു നിവർത്തിയില്ല അമ്മയ്ക്ക്, എന്ത് ചെയ്യും? നമ്മുടെ ദൃശ്യം സിനിമ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിചാരിക്കാതെ ഒരു അതിഥി വരുന്നു, അതിഥിനെ എങ്ങനെയും ആരും അറിയാതെ ഇല്ലാതെ വെക്കുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഈ വോയിസ് പങ്കുവച്ചിരിക്കുന്ന പെൺകുട്ടി അവിടെ 2 വർഷം നിന്നിട്ടുള്ളൂ. അനാമികയുടെ കൂടെ പഠിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. അത് മാത്രമല്ല അനാമിക +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നപ്പോഴാണ് പറഞ്ഞത്. അനാമിക +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. +2 പകുതി വഴിക്ക് അവൾ കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ +2 വിദ്യാഭ്യാസം പോലും ആ കുട്ടി പൂർത്തിയാക്കിയിട്ടില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിലാണ് ആ കുട്ടി നിൽക്കുന്നത്. ഭാവിയിൽ ഒരു ജോലിക്ക് പോകേണ്ടി വന്നാൽ തന്നെ അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാതെ അമ്മയാകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ഈ വോയിസ് പങ്കുവച്ചിരിക്കുന്ന ഈ പെൺകുട്ടി +2 വിദ്യാഭ്യാസം വരെ അവിടെ നിന്നിട്ടുള്ളൂ ജീവമാത കാരുണ്യ ഭവനിൽ. അതിനുശേഷം ആ പെൺകുട്ടി അമ്മയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അനാഥരാണെന്നല്ല, അവിടെ അമ്മമാരുള്ള പിള്ളേരും ഉണ്ട്. വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും. ആകെ ചുരുക്കം പേര് മാത്രമേ, അവർ അനാഥരൊന്നും അല്ല. പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ വന്ന് അമ്മമാര് വന്നിട്ടുണ്ടാവും, കാണാൻ വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് +2 കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത്. എന്റെ മോനെ ഞങ്ങൾ റിലീസ് ആക്കിക്കൊണ്ട് അങ്ങനെ വന്നു. ഒരു വെളിയിൽ ഇങ്ങനെ പറയാം ആരും ഇല്ലാത്ത. അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും. ഗസ്റ്റ് വരുമ്പോഴും പറയാം അനാഥരാണ് അങ്ങനെ. പക്ഷെ അനാഥരല്ല, അമ്മമാരെല്ലാവരും ഉള്ളവരൊക്കെയാ ശരിക്കും. അവരൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തിരിച്ച് കുട്ടികളെല്ലാം സേവ് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അവിടുത്തെ പിള്ളേരൊക്കെ പറയുകയും ചെയ്യും അവിടെ ഭയങ്കര കഷ്ടതയാ, നിങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് എല്ലാരും അറിയിക്കണം എന്നും പറയും. അവിടെ ഭയങ്കര ജോലി ഇതൊക്കെയാണ്, ഭയങ്കര കഷ്ടമാണ്. ഈ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് മുളക് വരച്ച് തേക്കുന്ന പറയുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പൊ ഞാനവിടെ ഇല്ല ആന്റി. ഒരു കൊച്ചിന്റെ മയൂരിയോ അങ്ങനെ പേര്. എല്ലാം അപ്പൊ ഓരോരോ കുട്ടികളുടെ പുറത്തും ഉണ്ട്, ഒരാളൊന്നല്ല. ഇതാണ് വയ്യാത്ത വെച്ചാ അമ്പിളി എന്ന് പറയുന്ന ആന്റിയുടെ കാര്യം പറയുന്നില്ലേ, എന്റെ മോളത് മയൂരി. മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ, അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ. എന്തൊക്കെയാ അലക്കേക്കുന്നത്? മുളക് പൊടി പ്രയോഗം എന്നൊക്കെ പറഞ്ഞത് സ്വകാര്യ ഭാഗങ്ങളില്, അതാണ് നമ്മുടെ ഡാഡി ഗിരിജ അല്ലെങ്കിൽ മമ്മി ഗിരിജന്റെ ശിക്ഷ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണുമുള്ളന്റെ സ്വകാര്യ ഭാഗത്താണ് മുളക് പൊടിയല്ല കാന്താരി മുളക് അരച്ച് തേക്കേണ്ടത്. അപ്പൊ മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണതെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സുഹൃത്തുക്കളെ. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ ജീവമാതാ കാരുണ്യ ഭവനില് മുഴുവൻ അനാഥരായിട്ടുള്ള പെൺകുട്ടികളൊന്നുമല്ല. അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് മാത്രമൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെയൊക്കെ ഇതുപോലെ കമ്മീഷൻ വ്യവസ്ഥയിൽ എവിടെ നിന്നൊക്കെയോ ഏജൻസി വഴിയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഈ അനാഥാലയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതുവഴി അവർക്ക് പുറത്തുനിന്ന് നല്ല രീതിയിൽ ഫണ്ട് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന ഫണ്ടൊക്കെ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? നമ്മുടെ മമ്മി ഗിരിജാൻ ഫാമിലിയിലേക്കാണ് പോകുന്നത്. കുട്ടികൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ 10 രൂപയുടെ സോപ്പ് കട്ട് ചെയ്തിട്ട് 15 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. മാത്രമല്ല 1 രൂപയുടെ ഷാമ്പു 2 പേർക്ക് വേണ്ടി തല തേച്ച് കുളിക്കാൻ വേണ്ടി കൊടുക്കുക. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നതെന്ന് എനിക്ക് അറിയില്ല. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ദുഷ്ട മനസ്സിലുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ലേ മോളെ? ആന്റി ഞങ്ങളിത് CWC പറഞ്ഞിട്ട് ചെയർമാൻ ഇരുന്നിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല. ചെയർമാൻ എന്നിട്ട് എന്റെ അമ്മേനെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല, നിങ്ങളവിടെ ഫ്രീ ആയിട്ടല്ല നിർത്തി പഠിക്കുന്നത്. അവിടുത്തെ മേഡം എന്നിവരുടെ കാര്യം ഇവർ ഇത്രയും ആരാ ഈ CWC ചെയർമാൻ? രാജീവ് സാർ. രാജീവോ? എന്റെ അമ്മേനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിങ്ങളൊരു ഫണ്ട് നൽകും അവിടെ കൊടുക്കുന്നില്ലല്ലോ, ഫ്രീ ആയിട്ടല്ല നിങ്ങളെ മോളെ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു അധികാരം. എന്നാ പിന്നെ അയാളുടെ സുനായ്ക്കകത്ത് മുളക് പൊടി ഒഴിച്ച് കേൾക്കാൻ പറ. ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചാപ്പാട് കൊടുക്കാൻ തയ്യാറാണോ എന്ന് വെച്ചാൽ അയാളുടെ സാമാനത്തിൽ കുറച്ച് മുളക് പൊടികളൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. ഭയങ്കര ഞങ്ങൾ പോയി പറഞ്ഞു കൊടുത്തത്. എന്റെ അമ്മേനെ ഒത്തിരി വഴക്കുന്നു. നീ ഇറക്കി ഞങ്ങൾ പോയി വഴക്ക് പറഞ്ഞു. നിങ്ങൾ ഫണ്ടൊന്നും നൽകുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഇല്ലെന്ന് ഒത്തിരി വഴക്കുന്നു. ഭയങ്കര ബന്ധത്തിലാണ് വഴക്ക് പറഞ്ഞു. കൊള്ളാം. അവിടെ നടക്കുന്ന ദുരനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പുറത്തിറങ്ങിയതിന് ശേഷം പെൺകുട്ടിയുടെ അമ്മയും കൂട്ടിയിട്ട് WC ചെയർമാന് പരാതി കൊടുക്കാൻ പോയ സമയത്ത് പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണമാണ് കേട്ടത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ എല്ലാരും തലപ്പത്തിരിക്കുന്ന എല്ലാവരും നമ്മുടെ മമ്മി ഗിരിജയ്ക്ക് ഒത്താശ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ചുരുക്കം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ രാജീവ് എന്ന് പറഞ്ഞ ഈ ഒരു സാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോക്സോ കേസിൽ സപ്പോർട്ട് ചെയ്ത് നിന്നതിനെങ്ങാനും CWC ചെയർമാൻ ആയിട്ടുള്ള രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
ശരിക്കും പറഞ്ഞാൽ അയാളെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത്, ഡിസ്മിസ് ആണ് ചെയ്യേണ്ടത്. എന്നേക്കുമായിട്ട് ആ ഒരു സർവീസ്, ആ ഒരു പദവിയിൽ നിന്ന് എടുത്തു കളയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു നാറികളും ഇങ്ങനെയുള്ള പദവിക്ക് യോഗ്യരല്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം കഴിക്കാനുള്ള ഭക്ഷണവും താമസ സ്ഥലവും കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് ഒരാളെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കാനുള്ള റൈറ്റ്സ് ഒരാൾക്കും ഇല്ല. അത് ഈ മമ്മി ഗിരിജയ്ക്കും ഇല്ല, CWC ചെയർമാൻ ആയിട്ടുള്ള രാജീവ് സാറിനും ഇല്ല. കഴിഞ്ഞ ഷെഫീന ബീവി പറഞ്ഞ പോലെ ഈ CWC ചെയർമാന് ഒരു നേരത്തെ ഫുഡും അല്ല വേണ്ട 4 നേരത്തെ ഫുഡും കൊടുക്കാം. അയാൾ ഇതുപോലെ പീഡിപ്പിക്കാൻ വേണ്ടി നിന്ന് തരുമോ അയാള്? ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞതൊക്കെ അധികാരികളിലേക്ക് ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറഞ്ഞത്. കാരണം ഇനി ഒരിക്കലും ഉദയഗിരിജ എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീക്ക് ചിൽഡ്രൻസ് ഹോം നടത്താനുള്ള ലൈസൻസ് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈസൻസ് എടുത്തു കളയുക, അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കാനുള്ള യാതൊരുവിധ റൈറ്റ്സും കൊടുക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമുള്ള ആരും ഇല്ലേ ഈ CWCയില്? ചോദ്യം ചെയ്യേണ്ട ആൾക്കാർ തന്നെ മാക്സിമം ഈ കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദയഗിരിജയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുന്നതും ഈ CWCന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വെറുതെ ഒന്നും ആയിരിക്കത്തില്ല, നമ്മുടെ മമ്മി ഗിരിജ നന്നായിട്ട് പൈസയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഒരാളും ഒരു സ്ത്രീക്ക് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ അത്രയുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ അടിയിലും ഒരുപാട് നന്മ മരങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മമ്മി ഗിരിജയ്ക്ക്. നീ ഒരു നേരത്തെ ഫുഡ് കൊടുക്കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ ഇത്രയും പെൺകുട്ടികളെയും അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ഒരുപാട് അമ്മമാരെയും നോക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുപാട് നന്മ മരങ്ങൾ പിന്നെയും ഈ കമന്റ് ബോക്സിനിടയിൽ വന്ന് മെഴുകാൻ ചാൻസ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് വെറും പുച്ഛം മാത്രമാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് കരുതി അവരെ ആരെയും തന്നെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിക്കാനുള്ള റൈറ്റ്സ് ആ വീട്ടിൽ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആർക്കുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത് ഏറ്റെടുത്ത് നടത്താൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുന്ന ആളോട് എനിക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള ഗഡ്സും അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. കേരളത്തിൽ ഈ ഒരു ജീവമാതാ കാരുണ്യഭവം മാത്രമല്ല ഓർഫനേജ് ആയിട്ടുള്ളത്. ഒരുപാട് ഓർഫനേജുകളും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. ഗവൺമെന്റ് ഇടപെട്ട് അവിടെ നിലവിലുള്ള ആൾക്കാരെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു മമ്മി ഗിരിജ ആ സ്ഥാപനം നടത്തുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെയുള്ള ആൾക്കാരെ ആരും തെരുവിലേക്ക് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.